തിരുസന്നിധിയിൽ നിറഞ്ഞ മനസ്സോടുകൂടി സമർപ്പിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേൾക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ച മലങ്കര മാർത്തോമാ സുറിയാനി സഭ സീനിയർ സിറ്റിസൺസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും അവർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരാഴ്ചയാണല്ലോ. നമ്മുടെ ഇടവകയിൽ വളരെ അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്ന ഒരു സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഉണ്ട് എന്ന് ഓർക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ ആരാധനയിലെ എല്ലാ നേതൃത്വവും നൽകുന്നത് നമ്മുടെ ഇടവകയിലെ മുതിർന്ന പൗരന്മാരാണ്. അവരെ ഓർത്ത ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവരിലൂടെ ലഭിക്കുന്ന എല്ലാ നല്ല ശുശ്രൂഷകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടെ മിസ്സസ് മേരിക്കുട്ടി മത്തായിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ക്രിസ്തുയേശുവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവ്യ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനവുമായി വിശുദ്ധ മധുഹായുടെ ഓരം ചേർന്ന് നിൽക്കുവാൻ ലഭിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കൂടാതെ ഈ അവസരം നൽകിയ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ ചുമതലക്കാരോടും ഇടവക വികാരിമാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാളുകളുടെ ജീവിത അനുഭവങ്ങൾക്ക് നരബാധിക്കുമ്പോൾ തനതായ ഇടവഴികളിൽ ഒറ്റപ്പെട്ടവർ, തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞവർ, അറിഞ്ഞോ അറിയാതെയോ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരോടായി പറയുന്നു, നിങ്ങളുടെ വിശ്വാസ ജീവിത പാതയിൽ സഭയും ഒപ്പമുണ്ടെന്ന്. മലങ്കര മാർത്തോമ സഭ മുതിർന്ന പൗരന്മാരെ ഓർക്കുന്നതിന് വേണ്ടി പ്രത്യേകം സീനിയർ സിറ്റിസൺ ഡേ ആയി വേർതിരിച്ചിരിക്കുന്നു. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായി മോസ്റ്റ് റവറൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തായും ആദരണീയനായ റവറൻ ഡോക്ടർ PT ജേക്കബ് ക്ലർജി വൈസ് പ്രസിഡൻ്റായും പ്രൊഫസർ എബ്രഹാം ജോസഫ് ജനറൽ സെക്രട്ടറിയായും സഭാതലത്തിൽ പ്രവർത്തിക്കുന്നു. 2010 ഓഗസ്റ്റ് 6 മുതൽ സീനിയർ സിറ്റിസൺ ഫോറം എന്ന പേരിൽ ഷാർജ മാർത്തോമ്മ ഇടവകയിൽ ഈ സംഘടന പ്രവർത്തനം ആരംഭിച്ചു. 2022 സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് എന്ന പേരിൽ കേന്ദ്രതലത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ഈ സംഘടനയ്ക്ക് ഷാർജ മാർത്തോമ്മ ഇടവക എല്ലാ പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകി വരുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. നാളിതുവരെ ഈ സംഘടനയെ നയിച്ച എല്ലാ മുതിർന്ന പൗരന്മാരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്തെ അറിയിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഇതിലെ അംഗങ്ങളാകാം. അവരുടെ വിശ്വാസം, അനുഭവങ്ങൾ, ആത്മീയവും ഭൗതികവുമായ വന്ന മാറ്റങ്ങൾ, പുതിയ തലമുറകളോട് ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനം എന്നിവ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ സഭയായി ചിന്തിക്കുന്നത് മുതിർന്ന പൗരർ, തലമുറകളുടെ മാതൃക, സീനിയർ സിറ്റിസൺസ് മോഡൽ ഫോർ ദ ജനറേഷൻസ്. ഇന്ന് ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എവൻഗേലിയോനായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 25 to 38. ഇതിൽ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ
ഇസ്രയേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. പ്രാർത്ഥിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളി താഴ്വരയിൽ ദീപമത നിൻ മൊഴികൾ. കൂരിരുളി താഴ്വരയിൽ ദീപമത മൊഴികൾ. മിശിഹ അവിടുത്തെ തിരുസന്നിധിയിൽ വൻ ധ്യാനത്തിനായി അടുത്തു വരുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമീൻ. ഈ വേദഭാഗം നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ക്രിസ്തുവിനെ അമ്മയപ്പന്മാർ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് ലൂക്കോസ് സുവിശേഷകൻ ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് വൃദ്ധരായ ആളുകൾ ശിമിയോനും ഹന്നായും ദൈവപുത്രനെ കണ്ട് അനുഗ്രഹിക്കുന്നതായി കാണാം. ശിമിയോൻ യേശു പൈതലിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി സ്തുതിക്കുന്ന വേദഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. മുതിർന്ന തലമുറ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ക്രമീകൃതമായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. കാത്തിരിപ്പിൽ മനം മടുക്കാത്തവർ, ആലയത്തിലും ആരാധനയിലും ആളത്വത്തിൻ്റെ അർത്ഥം തേടിയവർ, പ്രത്യാശയിൽ അടിയുറച്ച് അതിനെ യാഥാർത്ഥ്യമാക്കുന്നവർ. വൃത്തി പ്രാപിച്ചവരാണ് വൃദ്ധർ. വൃത്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണത അല്ലെങ്കിൽ സുഹൃതം, നന്മയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പേരെയാണ് ഈ വേദഭാഗം പരിചയപ്പെടുത്തുന്നത്, ശിമിയോനും ഹന്നായും. എങ്ങനെയാണ് മാതൃകാ ജീവിതം നയിക്കാം എന്നതാണ് ഈ വേദഭാഗത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാതൃകാ ജീവിതത്തിന് ഒന്നാമതായി സാക്ഷ്യജീവിതം നയിക്കണം. ഇവിടെ ശിമിയോനെ പറ്റി പറയുകയാണ്. അവൻ നീതിമാനാണ്, ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനാണ്, പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. ശിമിയോൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് ഈ പറഞ്ഞ വാക്കുകൾ. ഒന്നാമതായി ശിമിയോനെ പറ്റി പറയുകയാണ്, ഈ മനുഷ്യൻ നീതിമാനാണ്. തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നീതിയുള്ള പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമായിട്ട് ശിമിയോനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ നന്മയെ ആഗ്രഹിച്ച് അവരിനു വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യനായിട്ടാണ് ശിമിയോനെ ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായി ശിമിയോനെ പറ്റി പറയുകയാണ്, അവൻ ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനാണ്. അന്നത്തെ സമൂഹത്തിൽ ഇസ്രയേൽ ജനത മുഴുവൻ ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. രാഷ്ട്രീയപരമായി തങ്ങളെ റോമൻ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ തങ്ങൾക്കൊരു രക്ഷകൻ ആവശ്യമാണ്, തങ്ങൾക്കൊരു മെസ്സിഹ ആവശ്യമാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അന്നത്തെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ, യഹൂദ ജനത്തിൻ്റെ ഒക്കെയും പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് മെസ്സിഹ എന്നുള്ളത്. എന്നാൽ ശിമിയോനെ പറ്റി ഇവിടെ പറയുകയാണ്, അവൻ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനാണ്. സമാധാനപരമായ ഒരു ജീവിതം
ഇസ്രയേലിന് ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമാണ് ശിമിയോൻ. മൂന്നാമതായി, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപാവരം ലഭിച്ച ഒരു വ്യക്തിയാണ് ശിമിയോൻ. ദൈവത്തിൻ്റെ അനവരതമായ ധാരാളമായ നന്മകൾ അനുഭവിച്ച വ്യക്തിത്വമാണ് ശിമിയോൻ. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ ഉണ്ടെങ്കിൽ അവന് നീതി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. നാലാമതായി, ദൈവത്തോട് കൂടെയുള്ള വാസം അനിവാര്യമാണ്. ഹന്നയെക്കുറിച്ച് പറയുകയാണ്. ഹന്ന ഒരു പ്രവാചകിയാണ്, വളരെ വയസ്സ് ചെന്നവളാണ്. ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ച മഹത് വ്യക്തിത്വമാണ്. അവൾ വിധവയാണ്, വളരെ വയസ്സ് ചെന്നവളാണ്, വളരെ ചെറുപ്രായത്തിലെ വിധവയായവളാണ്. 84 സംവത്സരം വിധവയായിട്ട് ജീവിച്ചവളാണ്. ഇത്രയും പ്രയാസങ്ങളൊക്കെ അവിടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ഹന്നായ്ക്ക് സാധിച്ചു. ഇന്ന് പല പ്രയാസങ്ങൾ, പല സങ്കടങ്ങൾ പ്രായമായവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതൊക്കെ അവർ മറക്കുന്നത് ദൈവത്തോടെ ഒപ്പമായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോഴാണ്. ആകുലതകളാൽ സ്വയം രോഗങ്ങൾ വരുത്തിവെക്കുന്ന തലമുറയായി ഇന്നത്തെ സമൂഹം മാറുമ്പോൾ ആകുലതകൾ ഇല്ലാതാക്കുന്ന ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കാൻ സാധിക്കണം. ഹന്ന ആ നാഴികയിൽ അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ദൈവപുത്രൻ ജനിച്ചു എന്നത് ദേവാലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാനുള്ളതല്ല. ലോകം മുഴുവൻ അറിയണം. നാം കണ്ടെത്തിയ ദൈവത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. 4 ചിന്തകളാണ് ഒരുമിച്ച് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്നാമതായി, സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെ സാക്ഷ്യങ്ങളാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്? ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? രണ്ടാമതായി, അനുഗ്രഹത്തിൻ്റെ നിറവ് പങ്കിട്ട് കൊടുക്കുവാനായി സാധിക്കണം. വരും തലമുറയെ അനുഗ്രഹിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് വൃത്തി പ്രാപിച്ച പ്രായമായവർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. വരും തലമുറയെ ശപിക്കുവാനായിട്ടല്ല, അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മുതിർന്ന തലമുറയ്ക്ക് സാധിക്കണം. മുതിർന്നവർ പഴയ കാലത്തിൻ്റെ കാവൽക്കാരല്ല, പുതിയ തലമുറയുടെ പുതിയ കാലത്തിൻ്റെ വരവേൽപ്പുകാരാണ്. ദേവാലയം ഒരു തലമുറകളുടെ സംഗമ സ്ഥലമാണ്. എല്ലാ പ്രായക്കാരും ഒന്നിച്ചു കൂടുന്ന ഒരു വിശുദ്ധ സ്ഥലമാണ് ദേവാലയം. ഇവിടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടുതൽ സമയവും കുഞ്ഞുങ്ങളോടും യുവതലമുറയോടും ഒപ്പമായിരുന്നു. എൻ്റെ കർമ്മമേഖല അവരോടൊപ്പമായിരുന്നു. ബൈ പ്രൊഫഷൻ ഐ വാസ് എ സ്കൂൾ പ്രിൻസിപ്പൽ. എൻ്റെ സ്കൂളിൽ പഠിച്ച പല കുട്ടികളും ഇവിടെയും നാട്ടിലും പല സ്ഥലത്ത് വെച്ച് അവരെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പം അവരെ കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല, അവർ വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ്. അന്നേരം അവരെ എനിക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ അവർക്ക് എന്നെ മനസ്സിലായിട്ട് അവരെൻ്റെ ഒരിക്കൽ വന്ന് എന്നോട് അന്വേഷണങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം ചോദിക്കും. അവരുടെ കുട്ടികളോട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും, ഇതെൻ്റെ പ്രിൻസിപ്പൽ മാഡമാണെന്ന്. എത്ര അധികം സന്തോഷമുള്ള ഇതും അവരെക്കുറിച്ച് എത്ര അഭിമാനവും ഉണ്ടായിരിക്കും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മിക്കവാറും എല്ലാവരും മാതാപിതാക്കളാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവം അവരെ വളർത്താനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ. അത് ദൈവത്തിന് പകരം മാതാവിനെ
പിതാവിനെ ഗുരുക്കന്മാരെ അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ അനുഗ്രഹിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായിട്ട് അവരെ വളർത്തുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. നമ്മുടെ മക്കൾ എല്ലാവരും വളർന്ന് പല പൊസിഷനിലായി കഴിയുമ്പോൾ മക്കളെക്കുറിച്ച് അറിയുന്ന മാതാപിതാക്കൾ വളരെ ഭാഗ്യം ചെന്നവരാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 2-ാം വാക്യം ഇന്ന് പാഠഭാഗമായിട്ട് വായിച്ചിരിക്കുന്നു. ഒന്ന് പറയുന്നു, നിന്റെ മകൻ യോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ഇരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന യോസഫ് ദീനമായി കിടക്കുന്ന യാക്കോബിനെ കാണാനായിട്ട് വരുമ്പോൾ മകൻ വരുന്നു എന്ന് യാക്കോബിനോട് പറഞ്ഞപ്പോൾ വളരെ അവശനായി ദീനമായി കിടക്കുന്ന യാക്കോബ് വളരെ പ്രയാസപ്പെട്ട് മകൻ വരുന്നു എന്നുള്ള സന്തോഷം കൊണ്ട് അത് വളരെ ചാടി എണ്ണിക്കത്തില്ല, ഉറപ്പിച്ച് വളരെ ബന്ധപ്പെട്ട് കട്ടിന്മേൽ ഇരുന്നു. മൂന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വഴിയിലൂടെ നടക്കുന്ന ഏവർക്കും യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ സാധിക്കും. യേശുവിനെ കാണാൻ സാധിക്കും, യേശുവിനെ അറിയുവാൻ സാധിക്കും. നാലാമതായി പറയുകയാണ്, ദൈവത്തോടെ ഒപ്പം ആയിരിക്കണം. ഹന്നായുടെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ, പല പ്രയാസങ്ങൾ, ഏകയായി എന്നുള്ള തോന്നലുകൾ എല്ലാം ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ എത്തുമ്പോൾ മറന്നു പോവുകയാണ്. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. ഉപവാസത്തോടു കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ നിയോഗമാണ് നമുക്ക് എല്ലാം തന്നിരിക്കുന്നത്. ആ നിയോഗം നമ്മുടെ ജീവിതത്തിൽ പേറി മാതൃകയായ ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇവിടെ ഡോക്ടർ ബാബു പോൾ IAS എഴുതിയ ഒരു റൈറ്റിങ് അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികളിൽ വായിക്കാനായിട്ട് ഇടയായി. അത് അന്നത് വായിച്ചപ്പോൾ ഒരു ഹാർട്ട് ടച്ചിങ് ആയി തോന്നി. അതുകൊണ്ട് ആ ഭാഗം ഇവിടെ ഒന്ന് വായിച്ചു കൊള്ളട്ടെ. ഞാൻ എൻ്റെ മകനോട് പറയാറുണ്ട്, എനിക്ക് വയ്യാതായി എന്ന് കരുതി നീ എന്നോടൊപ്പം വന്ന് താമസിക്കേണ്ട കാര്യമില്ല. നീ നിൻ്റെ മക്കൾക്കൊപ്പം സായാഹ്നങ്ങളും വാരാന്ത്യങ്ങളും ചെലവഴിക്കണം. വാഹനം പോലെ തന്നെ ജീവിതവും മുന്നോട്ടാണ് ഓടിക്കുന്നത്. നീ നിൻ്റെ വാഹനം മുന്നോട്ട് തന്നെ ഓടിക്കുക. ഇടയ്ക്ക് റിയർവ്യൂ മിററിലൂടെ എൻ്റെ വാഹനം പുറകെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹോൺ അടിച്ചു കൊള്ളാം. അങ്ങനെ ആരോഗ്യകരമായ ഒരു ബന്ധം രണ്ട് കൂട്ടർക്കും സംരക്ഷിക്കാൻ കഴിയുക. നമ്മൾക്ക് ദൈവസന്നിധിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് വലിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ ദൈവകൃപ ചെയ്യണമെന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇതെന്നും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.